ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു കൂടി പ്രതികരിക്കുന്നു. സ്വാഗതം ശ്രീ RV ബാബു. ഇവിടെ വളരെ പ്രകോപനപരമായ കാടത്തപരമായ ഒരു സമരരീതി SFI വീണ്ടും പിന്തുടരുന്നു. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് സംസ്കൃത സർവകലാശാല VCയുടെ ശവസംസ്കാര കർമ്മങ്ങൾ ഒരു ക്യാമ്പസിനുള്ളിൽ ഒരുക്കുകയാണ്. ഇവർ നേരത്തെ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ശവമഞ്ചം ഒരുക്കിയിരുന്നു. ഇവർ എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപകന്റെ കസേര കത്തിച്ചിരുന്നു. അവർ SFI അവരുടെ ക്രൂരമായ കാടത്തപരമായ സമീപനം അവസാനിപ്പിക്കുന്നില്ല എന്നതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ നടത്തിയ ഈ പ്രതീകാത്മക ശവസംസ്കാര കർമ്മങ്ങൾ ശ്രീ RV ബാബു? അല്ല, നമ്മൾ SFIയിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിക്കുന്നത്? SFI എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ക്രിമിനലുകളുടെ സംഘടനയാണ്, അത് ഗുണ്ടകളുടെ സംഘടനയാണ്. CPM പോറ്റി വളർത്തുന്ന ഗുണ്ടാ സംഘമാണ് SFI എന്നുള്ള സംഘടന. പാവപ്പെട്ട വിദ്യാർത്ഥികൾ കുറെ ചെയ്യാതെ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയോ അതിൽ കയറുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാമ്പസുകൾ മുഴുവൻ ക്രിമിനൽവൽക്കരിക്കുന്ന സമീപനമാണ് SFI. അതുകൊണ്ട് അവര് അധ്യാപകരോടുള്ള സമീപനം എന്താണ്, എന്തൊക്കെയാണ് കേരളത്തിൽ അധ്യാപകരെ ഇവര് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്ന പ്രൊഫസർ സരസു ടീച്ചറെ അവരെ ഇതുപോലെ ശവസംസ്കാരം നടത്തിയതാണ്, ചിതയൊരുക്കിയതാണ്. അപ്പൊ അധ്യാപകർക്ക് ചിതയൊരുക്കുന്ന, അധ്യാപകരെ ആക്രമിക്കുന്ന ഒരു കാടൻ സംസ്കാരത്തിന്റെ, ഒരു കാടൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് SFI. അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത് അവരെ പൂറ്റി വളർത്തുന്ന പ്രസ്ഥാനം ആണ് CPM. അപ്പൊ CPMന്റെ കൂലിത്തല്ലുകാരായി, CPMന്റെ ഗുണ്ടകളായി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘടിത ശക്തിയാക്കി നിർത്തിയിരിക്കുകയാണ് SFI ക്രിമിനൽ സംഘത്തെ. അപ്പൊ അവര് ഇപ്പൊ കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലർക്ക് ആണ് പ്രതീകാത്മകമായ ശവസംസ്കാരം നടത്തിയത്. ഒരു സമരമുറ എന്ന് പറയുമ്പോൾ സമരമുറകള്, വ്യത്യസ്ത സമരമുറകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയിൽ ഉള്ള ഒരു സമരമുറ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അതിനെ ഇത്തരത്തിലുള്ള SFIയുടെ പ്രവൃത്തിയെ കണ്ണുമടച്ച് അതിനെ എതിർക്കാൻ തയ്യാറാവാതെ കണ്ണുമടച്ചിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരമപുച്ഛമാണ് തോന്നുന്നത്. ഈ സാംസ്കാരിക നായകരൊക്കെ സത്യത്തിൽ കാശിക്ക് പോവുകയോ അല്ലെങ്കിൽ അവർ വല്ല ഹിമാലയത്തിൽ പോയിരിക്കുക. കേരളത്തിലെ ഈ സാംസ്കാരിക നായകർ നാണക്കേടാണ്. SFIക്കാരേക്കാൾ നാണക്കേടാണ് ഈ പറയുന്ന ഇടതുപക്ഷ സാംസ്കാരിക നായകര് എന്ന് പറയുന്നവര്. അവരൊക്കെ സെലക്റ്റീവ് ആണ്. ഇത് ഏതെങ്കിലും ABVPയോ KSU ആണോ ചെയ്തതെങ്കിൽ ഈ സാംസ്കാരിക നായകരൊക്കെ രംഗത്ത് വരില്ലേ? അവരൊക്കെ ബഹളം വയ്ക്കില്ലേ? അപ്പൊ ഇത് നമുക്ക് SFIയിൽ നിന്നും ഇതല്ലാതെ പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. അവരെ പോറ്റി വളർത്തുന്ന ആ പ്രസ്ഥാനം CPM എന്ന ഒരു മാഫിയ സംഘം, ആ മാഫിയ സംഘത്തിന്റെ കൂലിപ്പട്ടാളമായി പ്രവർത്തിക്കുന്ന, ക്രിമിനലുകളായി പ്രവർത്തിക്കുന്ന SFI യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് സംസ്കൃത യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരൊരു വിഭാഗം ആൾക്കാർ, അനധ്യാപകരൊരു വിഭാഗം ആൾക്കാർ, അവരെല്ലാം ചേർന്ന് സംസ്കൃത യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗം കൂടിയാണ് ഇത് എന്ന് മനസ്സിലായി.